പടം സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നാ ഞാൻ പറയുന്നത്. എനിക്ക് പടം ബേസിൽ അങ്കിൾ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോയി മൂവി കാണുക. എല്ലാരും ക്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണണം, മിസ് ചെയ്യരുത്. ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഇല്ലില്ല, സെക്കൻഡ് ഷോ. അതല്ലേ പറയുന്ന ആളുകളുണ്ട്. Great combination. Comedy as എല്ലാരും പൊളി, എല്ലാ ക്യാരക്ടേഴ്സും പൊളി. അടിച്ചു കയറി ഫാമിലി കയറും. നസ്രിയ ബേസില് ഇത് കോമഡി പടമാണോ പ്രതീക്ഷ നടന്നത്? അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. നല്ലൊരു ചിത്രം, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കഥ. നമ്മളെ സൂക്ഷ്മദർശിനി പോലെ തന്നെ നമ്മൾ നല്ല സൂക്ഷ്മതയോടെ ഇരുന്ന് കാണേണ്ട ഒരു ചിത്രം തന്നെ എന്ന് വേണം പറയാൻ. പിന്നെ നസ്രിയ, പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ത്രില്ലിംഗ് പടം, നല്ലൊരു സസ്പെൻസ്, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നസ്രിയ തിരിച്ചൊരു ചേച്ചി പടം എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. കോമഡി ഫാമിലിയാണ്. എങ്ങനെയായിരുന്നു? എത്തിച്ചു ചേച്ചി പടം എങ്ങനെയായിരുന്നു? നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നത്. അവസാനത്തിലേക്ക് എന്താ പരിപാടി ഫാമിലിക്ക് അഞ്ചാറ് വർഷങ്ങൾക്ക് ഇതിന്റെ പടത്തിന്റെ കണക്ട് ചെയ്തിട്ട് പ്രോജക്ട് ഡിസൈനർ ആംഗിളിൽ ചിന്തിച്ച് ലിമിറ്റഡ് സ്പേസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. സത്യനന്ദിക്കാട് സെറ്റിങ്ങിൽ എങ്ങനെ ഒരു ഹിച്ച്കോക്കിൻ മിസ്റ്ററി പറയാന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു തോട്ട്. പിന്നെ വേറൊരു തോട്ട്, ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ അവതരിപ്പിക്കണം. അപ്പോൾ ഇത് രണ്ടിനും എപ്പോൾ കൊളാബ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അത് വർക്കായി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സിഗ്നേച്ചർ വരുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അതിലും ലിബിനും സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തെടുത്ത ഒരു പരിപാടിയാണ്. ആ കണ്ടന്റ് അതിനുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ ഷോയിൽ നിന്ന് എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ബേസിൽ പൊതുവെ ഈ ഫാമിലി കോമഡി, ഫാമിലി ജോണർ അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. ബേസിലിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ബേസിലേക്ക് എത്തിയത്?
അല്ല ബേസിൽ ആക്ച്വലി വന്നിട്ട് ഒരു 2023 ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അതിന് മുമ്പ് നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളും വേറെ പരിപാടികളൊക്കെ ആയിരുന്നു. നസ്രി വന്നതിന് ശേഷമാണ് ബേസിലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ രണ്ടുപേരും വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ള ഇതിൽ ആലോചിച്ച് എടുത്ത സിനിമയല്ല. അങ്ങനെ രണ്ടുപേരും അങ്ങനെ 2 ടൈമിലായിട്ട് വന്നിട്ട് പിന്നെ ആ ഡൈനാമിക്സ് വർക്ക് ചെയ്യാന്നുള്ള തോന്നില്ല. അങ്ങനെ ട്രീറ്റ് ചെയ്തതാണ്. താങ്ക് യു. മൂവിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ഒരു തിരിച്ചുവരവ്, അതുപോലെ തന്നെ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോമഡീസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കോമഡീസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ചിരി വരുന്ന പല സിറ്റുവേഷൻസും ഓട്ടോമാറ്റിക്കലി അതിൽ വന്നതാണ്. അവർ കോമഡി ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നന്നായിട്ടുണ്ട് മൂവി എന്തായാലും. കഴിയുന്നതിൻ്റെ ഒരു ബ്ലാസ്റ്റ്, ഒരു ഗംഭീര മേക്കിംഗ് ആണ്. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ് സിനിമ. കഥയെഴുത്തിലാണെങ്കിലും അതുപോലെ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിനും ആ മിസ്റ്ററി ആ ഒരു ഫീല് തരുന്നതിലും ആ ക്രിസ്റ്റോ സേവിയറുടെ ബീജിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കലി ക്യാമറ വർക്ക്, അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ അതിഗംഭീരമാണ്. ഒരു മലയാള സിനിമ കണ്ട ലെവലേ അല്ല, ഒരു ഗംഭീര മേക്കിങ്ങിലുള്ള ഒരു ഗംഭീര മിസ്റ്ററി തന്നെയാണ്. ബേസിൽ വേറൊരു ടൈപ്പ് സാധനമാണ് ചെയ്തിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണ്, സിറ്റുവേഷൻ കോമഡിയാണ്. ബേസിൻ്റെ റിയൽ ഫാമിലി കോമഡി ടൈപ്പുള്ള ഹിസ്റ്ററി ഒരു മാറ്റി പിടിച്ചത് വളരെ നന്നായി. ബേസിൽ വേറൊരു ജോണറിനെ പിടിച്ചിട്ട് അതും സക്സസ് ആയി ഒരു ഗംഭീര ഹിറ്റിലേക്ക് കുതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നോർമലി നസ്രി ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് വന്ന കമ്പാക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? നസ്രി എപ്പോഴും അവിടെ ഇവിടെ കൊള്ളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കമ്പാക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നസ്രിയ ബേസിൽ പിന്നെ സമീർക്ക, ഷൈജു ഖാലിദ് ഇവരുടെ ഒരു പ്രോജക്റ്റിൽ ഭാഗമാണെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഈ സിനിമ ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. കണ്ടറിയാൻ തുടങ്ങിയത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇത്രയും കഥാപാത്രം ഒരുമിച്ച് ഇങ്ങനെ ഒരു മീറ്റിൽ ചെയ്യാന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ശരിക്കും സ്ക്രീനിൽ അങ്ങനെ ഫീൽ ചെയ്തോ? ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് സിനിമ നിങ്ങളുടെ കൂടെ തന്നെ പോയിരുന്ന കാണുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതാണ് ഒരു ഹോൾ വിമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെരി ഗ്ലാഡ്. കുറേ കാലമായിട്ട് സ്ത്രീകൾ സിനിമയിൽ ഇല്ല എന്ന് പറയുന്നത്. സിനിമയിലുണ്ട്, സ്ത്രീകൾ മാത്രമേ സിനിമ. താങ്ക് യു. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 2 ആക്ടേഴ്സാണ്. അവരുടെ ഓൺ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് ഇറ്റ് ഹാസ് വർക്ക് മാച്ച്. മ്യൂസിക് അടിപൊളിയാണ്, നല്ല BGM, നല്ല സ്കോറിംഗ്, നല്ലതാണ്. എല്ലാം ടോട്ടലി 100% ഹാപ്പിയായിട്ട് ചെയ്തത്. വർക്കായിട്ടുണ്ട്. പറഞ്ഞ പോലെ വളരെ ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പാളിപ്പോവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ത്രെഡിനെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ ഓഡിയൻസിന് ഒരു ക്ലൂവും കൊടുക്കാതെ നല്ല രീതിക്ക് അതിൻ്റെ ഒരു സസ്പെൻസ് എലമെന്റ്സ് നല്ല രീതിക്ക് വാക്കിയുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും മ്യൂസിക്കും ബ്രില്യൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബേസിലിൻ്റെ ഇതുവരെ അല്ലെങ്കിൽ നസ്രിയയുടെ ആയാലും ഇതുവരെ കണ്ടിട്ടുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ മൂവിയിൽ കാണാൻ പറ്റും. ഓഡിയൻസിനെ നല്ല രീതിക്ക് എൻഗേജ് ചെയ്ത് ഒരു ക്ലൂ കൊടുക്കാതെ അവസാനം വരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് എലമെന്റ്സ്, ഒരു ത്രില്ലറൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിംഗിലായാലും ഡയറക്ഷനിലായാലും സാധിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതെന്തായാലും ഒരു നല്ല രീതിക്ക് തിയേറ്ററിൽ ഓടാൻ സാധ്യതയുള്ള അടുത്തൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ്. ബ്രില്യൻ്റ് വർക്ക്.